ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ തക്കാളി കേടുകൂടാതെ കുറേ നാൾ എങ്ങനെ നമുക്ക് സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തക്കാളിക്കൊക്കെ വിലക്കുറവുള്ള സമയത്തൊക്കെ കുറച്ച് കൂടുതലൊക്കെ ഇതുപോലെ വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പം അത് ചീഞ്ഞൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാലും ചിലപ്പോൾ അത് അഴുകിയൊക്കെ പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ കുറേ നാൾ കൂടുതൽ നമുക്ക് ഇത് സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാനുള്ള ടിപ്സാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ തക്കാളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളത്തിൽ വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് തക്കാളിയെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ തക്കാളിക്കകത്ത് ഒരുപാട് അണുക്കളും അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. തക്കാളി മാത്രമല്ല എല്ലാ വെജിറ്റബിൾസിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്നതായിരിക്കും, അറിയാൻ പാടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി ഞാനിപ്പോൾ വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനത് മറ്റൊരു നല്ല വെള്ളത്തിൽ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം. ഒരു തരി വെള്ളം പോലും ഇല്ലാത്ത രീതിയിൽ നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് തക്കാളി ഫുള്ളൊന്ന് തുടച്ച് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു ചെറിയൊരു ട്രേ വേണം. നമ്മുടെ കയ്യിൽ ഏത് പാത്രമാണോ നമ്മൾ തക്കാളിയൊക്കെ വയ്ക്കാൻ ഉപയോഗിക്കുന്നത് അതുപോലെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. അപ്പോൾ 2 ടിഷ്യൂ പേപ്പർ നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പങ്ങ് നിരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തക്കാളി ഇതുപോലെ ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ തക്കാളിയുടെ ആ ഒരു ഞെട്ടിൻ്റെ ഭാഗം അടിഭാഗത്ത് ഇങ്ങനെ വരുന്ന രീതിയിൽ ഉപ്പിൽ ആ ഒരു ഭാഗം നമുക്ക് മുട്ടി നിൽക്കണം. അപ്പോൾ അങ്ങനെ കമഴ്ത്തി വേണം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഇതുപോലെ നമ്മുടെ തക്കാളി ഫുള്ള് ഞാൻ അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരാഴ്ചയോളമൊക്കെ നമുക്ക് പുറത്ത് വെച്ച് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഒരു കേടും വരത്തില്ല നമ്മുടെ തക്കാളിക്ക്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ കിച്ചണിൽ കൗണ്ടർ ടോപ്പിൽ തന്നെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു ടിപ്പാണ്. തക്കാളി ചീഞ്ഞൊന്നും പോകത്തില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ്, ഞാനിവിടെ ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ തക്കാളി പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ തക്കാളി ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞ് ഈ ട്രേയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ന്യൂസ് പേപ്പർ ഉണ്ടല്ലോ അതിൽ പൊതിഞ്ഞെടുത്താലും മതി. ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. കുറേ ദിവസം നമുക്ക് ഒരു കേടും കൂടാതെ ചീഞ്ഞൊന്നും പോകാതെ തന്നെ നമ്മുടെ തക്കാളി നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എടുത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ലൊരു ടിപ്പാണ്. ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. തക്കാളി ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം തക്കാളി ഫുള്ള് ഇതെല്ലാം ഒന്ന് നമുക്കിതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കാം. അപ്പം എല്ലാ തക്കാളിയും ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സി നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു തരി പോലും വെള്ളം ഇരിക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ തക്കാളി ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് വേണം ചേർത്ത് കൊടുക്കണം. എന്നാലും ഉള്ളൂ കുറേ ദിവസം നമുക്കിത് കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഉപ്പും കൂടി നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചീത്തയാകാതെ ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഈ ജ്യൂസ് നമ്മുടെ തക്കാളിയുടെ ആ ഒരു പ്യൂരി ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് നമുക്ക് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കയ്യിൽ ചില്ലിൻ്റെ ഗ്ലാസിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ് ബോട്ടിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിലേക്ക് ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു തരി വെള്ളം പോലും അതിലും ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ഫുൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഹോർലിക്സിൻ്റെ കുപ്പിയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഒരു 6 മാസം വരെയൊക്കെ നമ്മുടെ ഈ ഒരു പ്യൂരി കേടുകൂടാതെ നമുക്ക് വെച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം തക്കാളി കേടാവാതെ നമുക്ക് എപ്പോൾ വേണേലും നമ്മൾ കറികൾക്കോ എന്താവശ്യത്തിന് നമുക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു ടിപ്പാണ്. ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം തക്കാളി കേടാവാതെ നമുക്ക് എത്ര കാലം വേണേലും യൂസ് ചെയ്യാൻ പറ്റുന്ന 2-3 ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം.